ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. പ്രഭു, ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തോടെ ഈശോയെ തേടുന്ന ഗ്രീക്കുകാരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. തീഷ്ണമായ ആഗ്രഹമുണ്ട്. എന്തിനാണ്? ഈശോയെ കാണണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇതേ ആഗ്രഹം തന്നെ. കാരണം ആഗ്രഹം നഷ്ടപ്പെട്ടാൽ ജീവിതത്തില് ഒരിക്കലും ദൈവത്തെ കാണാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുക അല്ലെ. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീഷ്ണമായി ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട്, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവും. ആഗ്രഹം എത്രമാത്രം തീഷ്ണതയുള്ളതാണോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തില് ആ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹമുണ്ടോ? പലപ്പോഴും ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞുനാളില് ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ദിനമുണ്ടല്ലേ, ആദ്യ കുർബാന സ്വീകരണം. എത്രമാത്രം തീഷ്ണതയോടുകൂടി ആഗ്രഹിച്ചു ഒരുങ്ങിയ ദിനം അല്ലെ. കുഞ്ഞുനാൾ മുതല് അമ്മയുടെ കയ്യിലൂടെ പള്ളിയിൽ വന്ന സമയം മുതല് ഈശോയെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ച നിമിഷം, പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയെ ആഗ്രഹത്തോടുകൂടി സ്വീകരിച്ച ദിനം. എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നല്ലേ. ഇഷ്ടങ്ങൾ മാറ്റിവെച്ചു, ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു, തീഷ്ണതയോടുകൂടി ഈശോയെ സ്വീകരിച്ച ആദ്യ ദിനങ്ങൾ. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി. ഭൗതികമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ ഈശോയെ കാണുവാനായിട്ടോ വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ടോ ആഗ്രഹിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ആഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തില് തിന്മയുടെ വഴിയെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് മാറുക. ഈശോ ഇന്ന് നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് ഈശോയെ കാണാനായിട്ട് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം തീഷ്ണതയുള്ളതാണോ? ആ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നീ നിന്റെ ജീവിതത്തില് എന്ത് ത്യാഗമാണ് ഏറ്റെടുക്കുന്നത്? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈശോയെ കാണാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. തീഷ്ണതയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഈശോയുടെ സന്നിധി വരുവാനായിട്ട്, അവന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട്, അവനെ സ്നേഹിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.